നമസ്കാരം. ഇറാനിലെ പരമോന്നത മത നേതാവായിരുന്ന അയത്തുള്ള അലി ഖമേനിയുടെ വധവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരുപാട് വിവരങ്ങൾ പുറത്തു വരികയാണ്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഖമേനിയെ വധിക്കാൻ ഇസ്രയേൽ കഴിഞ്ഞ വർഷം നവംബറിൽ തന്നെ തീരുമാനിച്ചിരുന്നു എന്നുള്ളതായിരുന്നു. പിന്നീട് ഇവർ ഇതിനുമായി സമയനിശ്ചയം ഉണ്ടാക്കിയിരുന്നു. ഈ വർഷം പകുതിയോടുകൂടി വധിക്കാനാണ് തീരുമാനിച്ചിരുന്നത്, അതായത് ഈ വർഷം ജൂണിൽ. പക്ഷേ അതിനു മുമ്പ് അവിടെ ഉണ്ടായ ചില സംഭവ വികാസങ്ങളാണ്. അതായത് അവിടെ ജനങ്ങളുടെ വലിയ തോതിലുള്ള മുന്നേറ്റം ഉണ്ടായി. അമേരിക്ക അവരെ സഹായിക്കാനെത്തി. നേരത്തെ ഇക്കാര്യം, ഈ വധിക്കാൻ തീരുമാനിച്ച കാര്യം ഇസ്രായേൽ അമേരിക്കയെ അറിയിച്ചിട്ടില്ലായിരുന്നു. ഏതായാലും ജനകീയ പ്രക്ഷോഭത്തിൽ അമേരിക്ക അടിയന്തരമായി ഇടപെട്ടതോടുകൂടി ഇക്കാര്യം അവർ അമേരിക്കയും അറിയിക്കുകയായിരുന്നു. ഞങ്ങൾ ഇയാളെ വധിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെന്ന് പറയുക. അങ്ങനെ അമേരിക്കയുടെ ചാരസംഘടനയായ CIA-യും ഇസ്രായേലിലെ ചാരസംഘടനയായ മൊസാദും ഒന്നിച്ചാണ് പിന്നീട് അങ്ങോട്ട് ഈ ഒരു ഓപ്പറേഷൻ സജീവമായി നടത്തിയത്. ഇപ്പോൾ പുറത്തു വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിവരം, ഖമേനിയെ വധിച്ച മിസൈൽ ഏതായിരുന്നു എന്നുള്ളതാണ്. ഖമേനി വളരെ സുരക്ഷിതമായ രീതിയിൽ ഭൂമിക്കടിയിലുള്ള വളരെ സുരക്ഷിത താവളത്തിലിരിക്കുമ്പോൾ എങ്ങനെയാണ് അദ്ദേഹത്തെ വധിച്ചത് എന്നാണ്. ബ്ലൂ സ്പാരോ എന്നാണ് ഈ ഖമേനിയെ തീർത്ത മിസൈലിൻ്റെ പേര്. ഇത് ഇസ്രയേൽ നിർമ്മിത മിസൈലാണ്. ഇസ്രയേലിൻ്റെ വളരെ അഭിമാന മിസൈലാണ് എന്നാണ് പറയപ്പെടുന്നത്. കാരണം ഇത് അധികം അങ്ങനെ അവർ ഉപയോഗിക്കുന്നതിന് ഒരു ഇനത്തിൽപ്പെട്ടതല്ല. അതേസമയം അതിശക്തമായ ശേഷിയുള്ളതാണ് ഈ മിസൈൽ. ഇതിന് മറ്റൊരു പ്രത്യേകതയുള്ളത്, ഇത് സാധാരണഗതിയിൽ F-15 ഈഗിൾ ഇനത്തിൽപ്പെട്ട യുദ്ധവിമാനങ്ങളിൽ നിന്നാണ് ഈ മിസൈലുകൾ അയക്കാറുള്ളത്. ഈ മിസൈൽ താഴേക്കിടുമ്പോൾ സംഭവിക്കുന്നത്, ഇത് നേരെ മുകളിലേക്ക് ഉയർന്നു പോകും. അതിന് ശേഷമായിരിക്കും ഇരട്ടി ശക്തിയിൽ തിരിച്ച് താഴേക്ക് വന്നും എവിടെയാണോ ലക്ഷ്യം അവിടേക്ക് പതിക്കുന്നത്. ഇത് വളരെ അപൂർവമായിട്ടുള്ള ഒരു മിസൈലാണ്. സാധാരണഗതിയിൽ നമ്മൾ മിസൈൽ അയക്കുമ്പോഴൊക്കെ തന്നെ അത് നേരെ ചെന്ന് കൃത്യമായ സ്ഥലത്ത് വീഴുമ്പോൾ, ഇത് മുകളിലേക്ക് ശക്തമായി കുതിച്ചതിന് ശേഷം അതിൻ്റെ ഇരട്ടി ശക്തിയോടുകൂടി തിരിച്ച് താഴേക്ക് പതിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ വലിയൊരു പ്രത്യേകത. ഖമേനിയും അയാളുടെ അനുയായികളും വളരെ വിശ്വസ്തരായ ആളുകളൊക്കെ തന്നെ ചേർന്ന് ഈ അടിയന്തര യോഗം ചേർന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള ഈ ഒരു വലിയ ആക്രമണം. ഏതാണ്ട് 30ഓളം മിസൈലുകൾ വർഷിച്ചു എന്നാണ് പറയപ്പെടുന്നത്. ഈ ബ്ലൂ സ്പാരോ എന്ന് പറയുന്നത് അതീവ മാരക പ്രഹര ശേഷിയുള്ള ഒരു മിസൈൽ കൂടിയാണ്. അപ്പോൾ ഈ നേരത്തെ പറഞ്ഞ പോലെ വളരെ വേഗത്തിൽ താഴേക്ക് കുതിക്കുമ്പോൾ അത് ഭൂമി തുരന്ന് താഴേക്ക് പോയി ഭൂഗർഭ അറകൾ കഴിയുന്ന ആളുകളെ, അല്ലെങ്കിൽ അവിടെ കെട്ടിടങ്ങളെയൊക്കെ തന്നെ പൂർണ്ണമായും ഇല്ലാതാക്കാനുള്ള ശേഷി ഇതിനുണ്ട്. ഇസ്രായേലിൻ്റെ കൈവശം ബ്ലൂ സ്പാരോ, ബ്ലാക്ക് സ്പാരോ, സിൽവർ സ്പാരോ ഇങ്ങനെ 3 ഇനത്തിൽപ്പെട്ട ഈ അതീവ പ്രഹരശേഷിയുള്ള മിസൈലുകളുണ്ട്. അതിലേറ്റവും പ്രഹരശേഷിയുള്ളതാണ് ഈ ബ്ലൂ സ്പാരോ എന്നുള്ള മിസൈൽ. ഈ മിസൈൽ തന്നെ ഉപയോഗിക്കാൻ ഇസ്രായേൽ തീരുമാനിച്ചപ്പോൾ അതിന് അമേരിക്കയുടെ കൂടി പിന്തുണ ലഭിക്കുകയായിരുന്നു. ഒരുപക്ഷെ അമേരിക്കയുടെ യുദ്ധവിമാനങ്ങളായിരിക്കാം ഇവിടെ ആക്രമിച്ചത് എങ്കിലും ഇസ്രായേൽ നിർമ്മിത മിസൈലുകളാണ് ഖമേനിയെ വധിക്കാനായി ഉപയോഗിച്ചത് എന്നുള്ള വാർത്ത ഇപ്പോഴാണ് പുറത്തു വരുന്നത്. 6.5 മീറ്റർ നീളവും 1900 കിലോഗ്രാം തൂക്കവുമുള്ള ഈ മിസൈലിന് 2000 കിലോമീറ്റർ വരെ ദൂരത്തിൽ എത്തി ആക്രമണം നടത്താൻ കഴിയും എന്നാണ് പറയപ്പെടുന്നത്. ഏതായാലും ഈ ബ്ലൂ സ്പാരോ കൂടി ലഭ്യമായതോടെ ഇനി അങ്ങോട്ട് നീട്ടിക്കൊണ്ട് പോകേണ്ടതില്ല ഖമേനി വധമെന്ന് ഇരു രാജ്യങ്ങളും ചേർന്ന് തീരുമാനിക്കുകയായിരുന്നു. കാരണം ഈ ജനകീയ പ്രക്ഷോഭം കൂടുതൽ നിയന്ത്രണാതീതമായി മാറിയാൽ, അതായത് തങ്ങളെ അവിടെ നിന്ന് പിടിച്ചിറക്കുമെന്നുള്ള അവസ്ഥ വന്നാൽ റഷ്യയിലേക്ക് രക്ഷപ്പെടാൻ ഖമേനിയും കുടുംബവും തീരുമാനിച്ചിരുന്നു. അങ്ങനെ ഒന്ന് സംഭവിക്കാതിരിക്കാനും കൂടെ വേണ്ടിയാണ് അടിയന്തരമായി കഴിഞ്ഞ ശനിയാഴ്ച തന്നെ ഇത്തരത്തിലുള്ള ആക്രമണം നടത്തിയത്. വെള്ളിയാഴ്ച ആക്രമണം നടത്താനാണ് തീരുമാനിച്ചിരുന്നത്. നേരത്തെ ഖമേനി ടെഹ്റാൻ നഗരത്തിന് പുറത്തെ ഏതോ ബങ്കറിനുള്ളിൽ ഒളിവിൽ കഴിയുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ നിലവിലുള്ള സ്ഥിതിഗതികൾ സുരക്ഷിതമാണ് എന്ന് തെറ്റിദ്ധരിച്ചാണ് ഇയാൾ കുടുംബാംഗങ്ങളും ഉന്നത ഉദ്യോഗസ്ഥരും ഒത്ത് നഗരത്തിലേക്ക് എത്തിയത്. പക്ഷേ ഇയാളുടെ ഓരോ ചലനങ്ങളും ഇസ്രായേലും അമേരിക്കയും വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു, ട്രാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ തന്നെയാണ് അവർക്ക് ഖമേനിയെ കൊല്ലാനും കഴിഞ്ഞത്. ഇറാന് നേർക്ക് അമേരിക്കയും ഇസ്രായേലും ചേർന്ന് നടത്തിയ ഈ ഒരു സംയുക്ത ആക്രമണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം ഇത് തന്നെയായിരുന്നു. സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള ആക്രമണങ്ങളൊക്കെ ഒരു രാജ്യത്തേക്ക് നടക്കുമ്പോൾ അവിടുത്തെ പരമോന്നത നേതാക്കന്മാരൊക്കെ ഏറ്റവും അവസാനം വധിക്കുന്നതാണ് ഇപ്പോൾ അത്. പക്ഷേ ഇവിടെ ആദ്യം തന്നെ തല തകർത്തുകൊണ്ട്, അതായത് ഏറ്റവും പ്രധാനപ്പെട്ട നേതാവിനെ തന്നെ വധിച്ചുകൊണ്ടാണ് ഇസ്രായേലും അമേരിക്കയും ദൗത്യം ആരംഭിച്ചത്. അതിന് അവർക്ക് ബ്ലൂ സ്പാരോ ഏറെ പ്രയോജനപ്പെട്ടു എന്ന് തന്നെയാണ് ഇപ്പോൾ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും സൈനിക വൃത്തങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്.